ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഏഗിൾ ലേണിംഗ്. അപ്പോൾ നമ്മൾ ക്ലാസ് 7-ലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു തിയറമാണ്, ഒരു പ്രമാണമാണ് പൈതഗോറസ് പ്രമാണം അല്ലെങ്കിൽ പൈതഗോറസ് തിയറം. അപ്പോൾ ഈ ഒരു തിയറം നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇനി നമുക്ക് 8ലും 9ലും 10ലും അത് കഴിഞ്ഞ് നിങ്ങൾ മാത്സ് പഠിക്കുകയാണെങ്കിൽ മാത്സ് പഠിക്കുന്ന കാലം വരെ അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഒരുപാട് യൂസ് ഉള്ള ഒരു തിയറമാണ് പൈതഗോറസ് തിയറം. അപ്പോൾ ഈ തിയറം അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. ഇപ്പോൾ ഇത്രയേ പറയുന്നുള്ളൂ. ഈ തിയറത്തിൽ മട്ട ത്രികോണം, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾസ്. അപ്പോൾ എന്താണ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾസ്? നമുക്കറിയാം, ഒരു ത്രികോണം എടുത്താൽ ത്രികോണത്തിന് ട്രയാങ്കിളിൽ 3 ആംഗിൾസ് ഉണ്ട്, 3 കോണുകൾ ഉണ്ട് അല്ലേ? അപ്പോൾ ഈ 3 കോണുകളിൽ ഏതെങ്കിലും ഒരെണ്ണം 90 ഡിഗ്രി 90 ഡിഗ്രി ആയിട്ട് വരുന്ന ട്രയാങ്കിൾസിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ അല്ലെങ്കിൽ മട്ട ത്രികോണം. ഓക്കെ, മട്ട ത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഓക്കെ, അപ്പോൾ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൽ എന്തായിരിക്കും റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ? അപ്പോൾ ഞാനിവിടെ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ വരയ്ക്കാം. ഇനി റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൽ ഇത് 90 ഡിഗ്രി. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൽ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള എതിരെയുള്ള വശത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എതിരെയുള്ള ആ സൈഡിനെയാണ് നമ്മൾ പറയുന്നത് ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ കർണം. ഓക്കെ, ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ കർണം. ഓക്കെ, ഇനി ഈ 2 സൈഡ്സിനും നമ്മൾ എന്താ പറയാ? പെർപെൻഡിക്കുലർ സൈഡ്. ഈ സൈഡും ഈ സൈഡും എന്താ? ഈ 90 ഡിഗ്രിയുടെ തൊട്ടടുത്ത് വരുന്ന 2 വശങ്ങളല്ലേ? അപ്പൊ ഇതിനെ നമ്മൾ പറയുന്നത് പെർപെൻഡിക്കുലർ സൈഡ്സ് അല്ലെങ്കിൽ ലംബ വശങ്ങൾ എന്നാണ്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൽ എന്തായിരിക്കും? മട്ട ത്രികോണത്തില് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൽ ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ കർണമായിരിക്കും ഏറ്റവും വലുത്. ഓക്കെ, ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ കർണമായിരിക്കും ഏറ്റവും വലുത്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ പൈതഗോറസ് തിയറത്തിൽ എന്താണ് പറയുന്നത്? യെസ്, ഇവിടെ ഒരു റിലേഷൻ ഉണ്ട്. നമ്മളിത് അതിന് പേര് കൊടുക്കാൻ പോവാണ് കേട്ടോ. എ ബി സി എന്ന് പേര് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ ബി സ്ക്വയർ. ഓക്കെ, എ ബി എന്ന് പറയുന്ന വശത്തിന്റെ ലെങ്ത്, അതിന്റെ സ്ക്വയർ ആണ് എ ബി സ്ക്വയർ. എ ബി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ. എ സി സ്ക്വയർ. എ സി സ്ക്വയർ സമം ഏതാണ്? നമ്മുടെ കർണം ബി സി. ബി സി സ്ക്വയർ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ പൈതഗോറസ് തിയറം അല്ലെങ്കിൽ പൈതഗോറസ് പ്രമാണം. എന്താണ്? മട്ട ത്രികോണങ്ങളിൽ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾസിൽ ഏറ്റവും വലിയ സൈഡ്, ഓക്കെ, അതായത് കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ്, അതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത്, വർഗം എന്ന് പറയുന്നത് എന്തിനോട് തുല്യമായിരിക്കും? മറ്റ് 2 വശങ്ങളിലെ ലംബവശങ്ങൾ, പെർപെൻഡിക്കുലർ സൈഡ്സ്, അവരുടെ സ്ക്വയറുകളുടെ എന്തിനോട്? സമ്മിനോട്. ഓക്കെ, അപ്പോൾ ഈ ഒരു തിയറം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഇത് മറക്കാനുള്ളതല്ല. ഇപ്പോൾ പഠിച്ച് 7ാം ക്ലാസ്സിൽ എക്സാം കഴിയുമ്പോൾ മറന്നു പോകാനുള്ളതല്ല. ഇത് നമ്മൾ എന്നൊക്കെ മാത്സ് പഠിക്കുന്നോ അന്ന് വരെ നമുക്ക് ആവശ്യമുള്ള ഒരു തിയറമാണിത്. റെഡി? അപ്പോൾ ഇനി നമുക്ക് നോക്കാം, ഒരു കുഞ്ഞു പ്രോബ്ലം നമുക്ക് നോക്കാം. ഇനി വേറൊരു രീതിയിൽ വേണമെങ്കിൽ ഞാനിതിനെ പറഞ്ഞു തരാം. സാധാരണയായിട്ട് നമ്മൾ എന്താണ് ഈ ലംബവശങ്ങൾ, ഇതിനെ നമ്മൾ ലംബവശങ്ങൾ എന്ന് വിളിച്ചു, പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് വിളിച്ചു. ഇതിൽ ഇങ്ങനെ താഴെ വരുന്ന ഈ വശത്തിനെ നമ്മൾ പാദം അല്ലെങ്കിൽ ബേസ് എന്നും, മറ്റേ വശത്തിനെ ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ഓൾട്ടിറ്റ്യൂഡ് ഓർ ലംബം. ഓക്കെ, ഓൾട്ടിറ്റ്യൂഡ് ഓർ ലംബം അല്ലെങ്കിൽ ഹൈറ്റ് എന്നൊക്കെ വിളിക്കും. ഓക്കെ, ചില സ്കൂളുകളിൽ ഹൈറ്റ് എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ നമ്മുടെ പൈതഗോറസ് തിയറം നമുക്കൊന്ന് മാറ്റി എഴുതിയാലോ? കാരണം എപ്പോഴും ഈ എ ബി എ സി ബി സി എന്നായിരിക്കണം എന്നില്ല പേര്. അപ്പോൾ നമുക്കൊന്ന് മാറ്റി എഴുതാം. എന്താണ്? പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ സമം ബി സി. ബി സി എന്താണ്? കർണം സ്ക്വയർ. അപ്പൊ എന്തായിരിക്കും ഇംഗ്ലീഷ് വരിക? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു കർണം ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. റെഡി? അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പൈതഗോറസ് തിയറം. അപ്പോൾ നിങ്ങൾ ഇതെന്തായാലും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ സ്ക്വയേഴ്സ് ആൻഡ് റൈറ്റ് ട്രയാങ്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് ഇത്. ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ ചാപ്റ്ററിലെ ഏത് ക്വസ്റ്റ്യനും നമുക്ക് എന്താണ് അനായാസം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആരും ഇത് പഠിക്കാതെ എക്സാമിന് പോവരുത്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണിത്. റെഡി? അപ്പോൾ
ഇനി എന്താണ്, ഇനി നമുക്ക് നമുക്ക് പൈതഗോറസ് തിയറം മാത്രമേ അറിയുള്ളൂ. ഇനി ഇത് വെച്ച് എങ്ങനെ പ്രോബ്ലംസ് ചെയ്യുമെന്ന് അറിയില്ലല്ലോ. സോ എങ്ങനെയാണ് ഈ പൈതഗോറസ് തിയറം വെച്ചിട്ട് പ്രോബ്ലംസ് ചെയ്യുക എന്നുള്ളതും മറ്റ് ചാപ്റ്ററിലെ പ്രോബ്ലംസും എല്ലാം നമുക്ക് ഇന്ന് വൈകുന്നേരം 7:30 ലൈവിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കൃത്യം 7:30 ആകുമ്പോൾ നിങ്ങൾ എല്ലാവരും ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് നമ്മുടെ ഏഗൻ ക്ലാസ് 7 ചാനലിലേക്ക് കൂടി വന്നോളൂ. നമുക്ക് ലൈവിൽ അടിപൊളിയായിട്ട് നമ്മുടെ എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.